നമ്മൾ ബലിയാലുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മനസ്സിലാക്കിയത്. ബലിയാൽ അത് നമ്മുടെ ക്യാരക്ടറിനെ എത്രത്തോളം നമ്മളെ നശിപ്പിക്കും, വിലകെട്ടത്, ദുഷ്ടത വമിക്കുന്നത് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ കുറച്ച് കേട്ടായിരുന്നു. അതുപോലെ തന്നെ ബലിയാലിൻ്റെ ബന്ധനത്തിൽ ബലിയാലിൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്ന വ്യക്തികൾ, അവർ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്താലോ, ഒരു കുടുംബത്തെ ഡ്രൈവ് ചെയ്താലോ, ഒരു സ്ഥാപനത്തിൽ അധികാരിയായിരുന്നാലോ, ഒരു സ്ഥാപനത്തിൽ ജോലി നോക്കിയാലോ, അവർ അനീതിക്കും ദുഷ്ടതയ്ക്കും വിലകെട്ടതിന് മാത്രമേ അവർ ഫ്രണ്ടിൽ നിൽക്കത്തുള്ളൂ. അത് വിട്ട് മറ്റൊരു കാര്യത്തിനും പോകത്തില്ല എന്ന് കൈക്കൂലിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ കഴിഞ്ഞ ആഴ്ച സംഭവങ്ങൾ പറഞ്ഞത് പ്രിയ ദൈവജനത്തിന്റെ മുൻപിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനീതിയുടെ ബന്ധനം, അനീതിയുടെ സ്പിരിറ്റ് വന്ന് ബന്ധിക്കുക ഒരുവനെ. അനീതിയുടെ സ്പിരിറ്റ് വന്ന് ബന്ധിക്കുക. അതാണ്, ആ സ്പിരിറ്റ് വന്ന് ബന്ധിച്ചാൽ ശുശ്രൂഷ ചെയ്യും. എല്ലാ മേഖലകളിലും ശുശ്രൂഷ ചെയ്യും. എല്ലാ മേഖലകളിലും, ഔട്ടിനും ഇന്നറും, ദൈവസഭയിലും പുറത്തും ഒക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതെപ്പോഴും അനീതിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനീതിയായിരിക്കും അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 23-ന്റെ വാക്യത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 8-23 ഒന്ന് ജസ്റ്റ് നോക്കാമോ? അപ്പോസ്തല പ്രവർത്തനം 8-23. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശിമയോൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ. ആദിമസഭയിലുള്ള ഒരു വിശ്വാസിയാണ്, ഒരു മന്ത്രവാദിയാണ്. സമരിയ ദേശത്ത് താൻ വലിയ ദൈവശക്തിയാണെന്ന് പറഞ്ഞ് ആ സമരിയ ദേശം മുഴുവനും ഇളക്കി മറിച്ചിരുന്ന ഒരു മന്ത്രവാദിയായിരുന്നു ഈ ശീമോൻ. ആ ശീമോൻ, അദ്ദേഹം കൈ ഉയർത്തിയാൽ അത്ഭുതം നടക്കുന്നു, അദ്ദേഹം കൈ ഉയർത്തിയാൽ രോഗശാന്തി വരുന്നു, ഒക്കെ സംഭവിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഫിലിപ്പോസ് വന്നിട്ട് ഈ സമരിയ ദേശം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ച് ജനങ്ങളെല്ലാം മാനസാന്തരപ്പെട്ടു. ആ കൂട്ടത്തിൽ ഈ മന്ത്രവാദിയും മാനസാന്തരപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഭാശ്രേഷ്ഠന്മാർ, പത്രോസും ഒക്കെ ആയിട്ടുള്ള സഭാശ്രേഷ്ഠന്മാർ ജെറുസലേമിൽ നിന്ന് സമരിയ ദേശത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടിയിട്ട്, അതായത് വചനത്തിൽ ജീവിക്കുന്നവർ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വചനത്തിൽ ജീവിക്കുന്നവർ, ഹാർട്ടിൽ വചനത്തിൽ ജീവിക്കുന്നവർ. കൂട്ടായ്മയ്ക്കകത്ത് ജീവിക്കുക എന്നുള്ളത് രണ്ടാമതാണ്, വചനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആ വചനത്തിൽ ജീവിക്കുന്നവർ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സമരിയയിലുള്ള കൂട്ടായ്മയിൽ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്ന് അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശീമോനും ആ സഭാ മെമ്പറാണ്. ശീമോന്റെ അകത്ത് വചനമില്ലായിരുന്നു, ശീമോന്റെ അകത്തല്ല വചനം. ശീമോന്റെ മുൻപിൽ ദൈവം പുറത്തായിരുന്നു. ബാക്കിയുള്ള എല്ലാവരുടെയും അകത്ത് ദൈവം വന്നപ്പോൾ ശീമോന്റെ അകത്ത് വന്നത് ആളാവുക, ചമഞ്ഞു നടക്കുക, പേരെടുക്കുക, പ്രശസ്തി നേടുക എന്നുള്ളത് ഒരവസ്ഥയായിരുന്നു. ക്രിസ്തു വളരുക, ക്രിസ്തു ഉയരുക എന്നതിനേക്കാൾ ഉപരി താൻ ഉയരുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഈ ശീമോന്റെ ഒരവസ്ഥ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത്, പത്രോസിന്റെ അടുക്കൽ പോയി കുറച്ച് പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞാനും ആരുടെയെങ്കിലൊക്കെ തലയിൽ കൈവച്ചാൽ അവന്റെ തലയിലും നിങ്ങൾ കൊടുക്കുന്ന അതേ ശക്തി പോണം. അതുകൊണ്ട് ആ വരം എനിക്കിതാ. എന്നിട്ട് പത്രോസ് നീ ഈ വെള്ളി പണവും വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പത്രോസ് പറഞ്ഞ കാര്യമാണ് പിന്നെ വരുന്നത്. പണം കൊടുത്ത് ദൈവത്തിന്റെ ദാനങ്ങൾ വാങ്ങാമെന്നുള്ളത് വ്യാമോഹമാണ്. ഈ സമരിയ ദേശത്തുള്ള സഭയ്ക്കകത്തുള്ള മെമ്പറാണ് ശീമോൻ. പക്ഷേ അവന്റെ അകത്ത് സഭയില്ല, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയില്ല. ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്, നമ്മൾ ഇത്രയും പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഈ കൂട്ടായ്മയ്ക്കകത്താണ് ഇരിപ്പുള്ളത്. പക്ഷേ ദൈവവും നിങ്ങളും തമ്മിൽ കൂട്ടായ്മയുണ്ടോ? അതോ മറ്റേതെങ്കിലും സ്പിരിറ്റുമായിട്ടാണോ കൂട്ടായ്മയുള്ളത്? ഇതാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. സ്വർഗവും ഞാനും തമ്മിൽ കൂട്ടായ്മ ഉണ്ടെങ്കിൽ കറക്റ്റ് ഫെലോഷിപ്പ് കൊടുക്കാൻ പറ്റും, കറക്റ്റ് ആരാധന കൊടുക്കാൻ പറ്റും. ഇതിനകത്തിരിക്കുന്ന വ്യക്തികൾ തമ്മിലാണ് ഇതെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ വരുന്നുള്ളൂ, അതിനകത്ത് ഫെലോഷിപ്പ് ഇല്ല. ഫെലോഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വരേണ്ടത്. യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം കൂട്ടായ്മയിൽ വരേണ്ടത്. വചനമകത്തുള്ളവന് മാത്രമേ ആരാധിക്കാൻ പറ്റത്തുള്ളൂ, വചനമകത്തുള്ളവന് മാത്രമേ നീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ അപ്പസ്തോലന്മാർ നിന്നത് ഈ ലെവലില്ല. എല്ലാവരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്താണ് പറഞ്ഞത് ഈ കാര്യത്തിൽ? നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂട്ടായ്മയ്ക്ക് അകത്ത് വന്നവൻ, അവന്റെ അകത്ത് വിദ്വേഷത്തിന്റെ സ്പിരിറ്റ്, അനീതിയുടെ സ്പിരിറ്റ്, രണ്ടും വന്നങ്ങ് കെട്ടി. എങ്ങനെ നോക്കിയാലും നടക്കത്തില്ല, രണ്ട് ബന്ധനവും വന്നങ്ങ് കെട്ടി. ഇത് വളരെ ശ്രദ്ധിക്കണം, ഇത് വളരെ 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 ശ്രദ്ധിക്കണം. കൂട്ടായ്മയ്ക്കകത്ത് അല്ലെങ്കിൽ കുടുംബജീവിതം നയിച്ചാലും എന്താണ്, എവിടെയാണെങ്കിലും ഏത് തരം ജീവിതമാണെങ്കിലും, കൂട്ടായ്മയോ കുടുംബജീവിതമോ സമർപ്പിത ജീവിതമോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് തിരിച്ചു വന്നാൽ തിരിച്ച് കർത്താവിന്റെ ആ സമയത്ത് നമ്മളെ വിളിക്കുന്ന ടൈം വരെയും ഒരുവൻ േണ്ടതിനെ കുറിച്ചാണ് ഈ പറഞ്ഞു തരുന്നത്, കർത്താവ് പറഞ്ഞു തരുന്നത്. അനീതിയുടെ സ്പിരിറ്റ് വന്ന് ബന്ധിച്ചാൽ മുന്നോട്ട് പോകത്തില്ല.
എന്നാൽ ഇപ്രകാരമുള്ള വ്യക്തികൾക്ക് എന്നിൽ അനീതിയുണ്ടോ, എന്നിൽ ഈ വിദ്വേഷമുണ്ടോ എന്ന് കണ്ടെത്താൻ ദൈവം നമുക്ക് ഈ വചനത്തിലൂടെ ഉറപ്പു തരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 46, 47, 48 വചനങ്ങൾ. വചനം പ്രസംഗിക്കുന്നവർ ഉൾപ്പെടെ ഇതിനകത്ത് ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. ഓക്കെ. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ് യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, യേശുവിന്റെ അപ്പസ്തലന്മാരുടെ കൂട്ടത്തിൽ യേശു വിളിച്ച് വേർതിരിച്ച ആ കൂട്ടത്തിൽ എന്തിപ്പോ സംഭവിച്ചു? വലിയവൻ ആരെന്നുള്ള ഒരു നീതികേടിനെതിരെയുള്ള ഒരു സംഭവം വന്നു കയറി. നീതികേടിനെതിരെ അപ്പസ്തോലന്മാരെ ഗൈഡ് ചെയ്യാൻ കണക്കിന് ഒരു സംഭവം വന്നു കയറി. അതെന്തായിരുന്നു വന്നു കയറിയത്? താനാരാണ് വലിയവൻ? ആരാ വലിയവൻ? അങ്ങനെ വലിയവനാകാൻ ഒരു കാരണമുണ്ട്. എന്റെ പുറകിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, കുറച്ച് ശിഷ്യന്മാരെ 3 പേരെ മാത്രം കൊണ്ട് മലയിൽ പോയി. കുറച്ചു പേരെ മലയുടെ അടിവാരത്തിൽ നിർത്തി. മലയുടെ അടിവാരത്തിൽ കുറച്ചു പേരുണ്ട്, കുറച്ചു പേർ മലയുടെ മുകളിലുണ്ട്. ഈ മലയുടെ മുകളിൽ നിന്നിട്ട് പോലും പത്രോസ് വന്നിട്ട് യേശുവിന്റെ ദൈവത്വത്തെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയൊരു വിശ്വാസ സത്യം അവിടെ നടന്നു. അങ്ങനെ 12 പേരിൽ 9 പേർ ഒരു സൈഡിൽ, 3 പേർ ഒരിടത്ത്, അതിൽ തന്നെ ഒരാൾ ഏറ്റവും ടോപ്പ് ലെവലിൽ, ഭയങ്കരമായ ഒരു അംഗീകാരം ലഭിക്കുന്ന തരത്തിൽ. ഇനി താഴോട്ട് വരുമ്പോഴോ, പിശാച് ബാധിച്ച ഒരു മകനെ സുഖപ്പെടുത്താൻ ഒരു അപ്പൻ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർക്ക് നടന്നില്ല. അപ്പോൾ അവിടെ നടക്കാതിരിക്കുന്നു. ഇനി ഇവരെല്ലാം അത്ഭുതങ്ങൾ കണ്ടു, കൂടെ വരുമ്പോൾ ഹോളി സ്പിരിറ്റിന്റെ കൃപയാൽ നിറഞ്ഞവർ, നയിക്കപ്പെടേണ്ടവർ, പെട്ടെന്ന് അവരിൽ ആരാണ് വലിയവൻ എന്ന ഒരു ചിന്ത അവരുടെ ഉള്ളിൽ തുടങ്ങി. പുറമേ അല്ല, ഉള്ളിൽ. പുറമേ അതങ്ങനെ വന്നില്ല, പക്ഷെ അകത്ത് വർക്കൗട്ട് ചെയ്തു. ഒന്ന് ആ വചനം ഒന്ന് വായിച്ചു നോക്കി. 19. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു, അവരുടെ ഹൃദയത്തിനകത്ത് ഈ തർക്കം അങ്ങോട്ടുണ്ടായി. ഞാൻ പത്രോസിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നെങ്കിൽ, ഞാനാ ഇതിനകത്ത് വലുത്, കാരണം എന്നിലാണ് വെളിപ്പാട് കിട്ടിയത്, ഞാനാണ് യേശുവിനെ ഏറ്റുപറഞ്ഞത്, യേശു എൻ്റെ അപ്പന്റെ പേരുൾപ്പെടെ പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചു. അതുകൊണ്ട് യോഹന്നാനൊന്നും എൻ്റെ അത്രയൊന്നും ആയിട്ടില്ല, യാക്കോബൊന്നും അത്ര ആയിട്ടില്ല. അപ്പോൾ യാക്കോബ് യോഹന്നാനും, ഇതെന്റെ മനസ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ, യാക്കോബ് യോഹന്നാനും ഉടനെ പത്രോസിന്റെ കൂടെ ഒക്കെ വന്നിട്ടും പത്രോസിന്റെ അത്ര ഒന്നും എത്താൻ പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത. ഇനി താഴെയുള്ളവരെ കണ്ടപ്പോൾ ഇവരൊക്കെ വെറും 7ാം കൂലിയാണെന്ന്, ഇവർക്കൊന്നും ദൈവം പരിഗണന കൊടുത്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ ഇത് അകത്ത് വന്നിട്ടുള്ള സംഭവമാണ്. എന്നാൽ യഥാർത്ഥമായ യേശുവിനെ കണ്ട ഒരു വ്യക്തി, യേശുവിനെ കൂടെ നിന്ന വ്യക്തി ഒന്ന് മനസ്സിലാക്കണം, ആരുടെ രൂപമാണ് മാറിയത്, ആരുടെ വസ്ത്രാഞ്ചലമാണ് വെളുത്തത്, ആരോട് സംസാരിക്കാനാണ് സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി വന്നത്, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ ആരാണ് വലിയവനെന്ന് ചിന്തിക്കാൻ ഇവർക്ക് സാധിക്കേണ്ടതാണ്. പക്ഷേ അകത്ത് വന്ന് കെട്ടിയ അനീതിയുടെ അല്ലെങ്കിൽ ബലിയാലിന്റെ ഒരു കെട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ കെട്ട് വന്നിട്ട് തങ്ങളിൽ ആരാ വലിയവൻ എന്ന് ചിന്തിക്കാൻ തക്കവണ്ണം അവർക്കൊരു പ്രേരണ കൊടുക്കുക. അതൊരു ദുഷ്ടത കൊണ്ട് കിടക്കുക. ഗ്രൂപ്പിനകത്ത്, യേശുവിന്റെ ഗ്രൂപ്പിനകത്ത് വലിയവൻ ചെറിയവൻ എന്നുള്ള ഒരു സംഭവം കൊണ്ട് കയറ്റുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ വിലകെട്ടതാണ്, ദുഷ്ടതയാണ്. ഐ=ടു ബലിയാൽ. ഓർത്തുകൊള്ളുക, വിലകെട്ടതാണ്, ദൈവത്തിന്റെ മുൻപിൽ വിലകെട്ടതാണ്, ദൈവത്തിന്റെ മുൻപിൽ ദുഷ്ടതയാണ്. അത് ബലിയാലിന്റെ സ്പിരിറ്റിലേക്ക് പോകും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യേശു എന്താ പറയുന്നത്? അവൻ അവരോട് പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്റെ നാമത്തിൽ ഒന്നും അറിയാത്തൊരു ശിശുവിനെ എടുത്ത് കാണിച്ചിട്ട് നീ സ്വീകരിക്കാൻ പറ്റുമോ? ഞാനുണ്ട്. ഇതാ, നമുക്കൊരു നിമിഷം കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ ശക്തിയോടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ബലിയാലിന്റെ സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യുന്ന ചില വ്യക്തികളെ ബൈബിളിൽ നമുക്ക് പരിചയപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം ബൈബിളിൽ ബലിയാലിന്റെ സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്ത കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് അന്യാരാധനയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കും, ശക്തമായി അന്യാരാധനയ്ക്ക് പ്രേരിപ്പിക്കും ബലിയാലിന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ. രണ്ടാമത്, ലൈംഗിക വൈകൃതങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കും ഈ ബലിയാലിന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ. ശക്തമായി നമ്മളെ സെക്സിൽ കൊണ്ടുവന്ന് അഡിക്റ്റ് ചെയ്യും. മൂന്നാമത്, ദുഷ്ടത ഉള്ള ഒരു ക്യാരക്ടർ
പ്രാർത്ഥന ഉള്ള വീട്ടിലുള്ള മക്കൾക്ക് കൊണ്ട് ഇട്ടുതരും. ദുഷ്ടതയുള്ള ക്യാരക്ടർ. ഉദാഹരണം, ഏലി എന്ന് പറഞ്ഞ ഒരു പുരോഹിതനുണ്ട്, ഏലി പുരോഹിതൻ. അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ. അത് രണ്ടിനകത്തും ദൈവമില്ലായിരുന്നു, രണ്ടിനകത്തും ദുഷ്ടതയായിരുന്നു. ദൈവമക്കളെയും വരുന്ന മക്കളെ ഉപദ്രവിക്കുക, ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് മുഴുവൻ നശിപ്പിക്കുക, ഒക്കെ എടുത്തുകൊണ്ട് പോവുക. ആ ക്യാരക്ടറായിരുന്നു ഏലിയുടെ ദുഷ്ടപുത്രന്മാർ. ഇതിനെയൊക്കെ ബലിയാലിന്റെ സന്തതികൾ എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. ബലിയാലിന്റെ സന്തതികൾ. പക്ഷേ നോക്കുമ്പോൾ എന്താണ്, ഒരു പ്രാർത്ഥനാ ലീഡറിന്റെ മകനാണ്. എന്നാൽ ബൈബിൾ വിളിക്കുന്നത് ബലിയാലിന്റെ സന്തതി. ദുഷ്ടത മാത്രമായിരുന്നു. നമുക്കത് പിന്നീട് കേൾക്കാം. എങ്കിലും ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ എന്താ, ഭയങ്കരമായി നിലവാരം താഴ്ന്ന് ജീവിക്കുന്ന വ്യക്തികളും നിലവാരം ഉയർന്നു ജീവിക്കുന്ന വ്യക്തികളെയും ഈ സ്പിരിറ്റ് വന്ന് അടിക്കും. നിലവാരം താഴ്ന്ന് ജീവിക്കുന്നതും സാമ്പത്തികമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസമായിട്ടാണെങ്കിലും കുടുംബമഹിമയായിട്ടാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, എന്തോ ആണോ നമ്മൾ ചിന്തിക്കുന്നത്, അതിൻ്റെ ഉയർന്ന നിലവാരവും താഴ്ന്ന നിലവാരവും എന്താണോ ആ വ്യക്തികളിൽ വന്ന് ഈ ബലിയാൽ വന്ന് കെട്ടും. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഒരിക്കൽ ഒരു രാജാവിന്റെ കുടുംബത്തെയും വന്ന് ബലിയാലിന്റെ സ്പിരിറ്റ് വന്ന് കെട്ടിയ സംഭവവും അതിനുശേഷം അവർക്ക് സംഭവിച്ചത് എന്താണെന്നും ആണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ബലിയാലിന്റെ സ്പിരിറ്റ് വന്ന് ഒരു രാജാവിനെ കെട്ടി. പേര് ആഹാബ് എന്നായിരുന്നു. ആഹാബ് എന്ന രാജാവിനെ വന്ന് കെട്ടി. കാരണം ഇതാണ്, താൻ മോഹിച്ച ഒരു വസ്തു ഒരിടത്തുണ്ടായിരുന്നു. താൻ മോഹിച്ച ഒരു വസ്തു ഒരിടത്തുണ്ട്. അത് ലഭിക്കാതെ വന്നപ്പോൾ അത് എപ്രകാരം എങ്ങനെ അത് ഒപ്പിക്കാമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യിപ്പിച്ചത് ബലിയാലിന്റെ സ്പിരിറ്റ് ആയിരുന്നു. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം ആണ് നമുക്ക് എടുക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം. യെസ്, നമുക്ക് നോക്കാം. ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തിനോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം. അത് കൊട്ടാരത്തിന്റെ സമീപമാണല്ലോ. അതിനേക്കാൾ മെച്ചമായൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എന്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ നിയമവ്യവസ്ഥ വെച്ചിട്ട് ഓരോ ഗോത്രങ്ങൾക്കായി അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വസ്തു അത് ഒരിക്കലും കൈമാറാൻ പാടില്ല, ഒരിക്കലും വിറ്റുപോകാൻ പാടില്ല. അത് തലമുറയായി അവർ തന്നെയായിരിക്കണം സൂക്ഷിക്കേണ്ടത്. മറ്റൊരാൾക്ക് അത് കൊടുക്കത്തില്ല, വേറൊരാൾ ചോദിക്കാനും പാടില്ല. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അവൻ ഇസ്രായേലിനോടും ആ ഗോത്രത്തോടും നീതികേട് കാണിക്കുകയാണ്, അവരെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ആയതുകൊണ്ട് പഴയ നിയമ വ്യവസ്ഥ വെച്ചിട്ട് ഒരിക്കൽ പോലും ആ ലാൻഡ്, അവർക്കുള്ള ആ യൂതന്റെ ഒരു മണ്ണ് പോലും അവർ മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് വന്നിട്ട് നാബോത്തിനോട് പറയുന്നത്, നാബോത്തെ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാടാ, എൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്തല്ലേ ഇടാ. നാബോത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു മഹാരാജാവേ, നടക്കില്ല. ഇത് എൻ്റെ അപ്പൻ ഞങ്ങളുടെ ഗോത്രം സംരക്ഷിച്ചു വച്ചിട്ടുള്ളതാ. അതുകൊണ്ട് ഒരിക്കൽ പോലും ഈ മുന്തിരിത്തോട്ടത്തെ നിനക്ക് പച്ചക്കറി നടാൻ തരില്ല. അന്നേരം രാജാവ് പറഞ്ഞു, എടാ, നിനക്ക് വിലപിടിപ്പുള്ള എന്ത് വേണമല്ലോ, നീ ചോദിക്കുന്ന എന്തും തരാം. പുള്ളി പറഞ്ഞു, രാജാവേ, ഇത് ഞങ്ങളുടെ ദൈവവും അല്ലെങ്കിൽ ഞങ്ങൾ പിതാക്കന്മാർക്ക് കൊടുത്തിട്ടൊരു വാക്ക, അത് തെറ്റിക്കുന്നത് നീതികേടാണ്, അതിന് ഞാൻ കൂട്ടുനിൽക്കത്തില്ല. അങ്ങനെ ഈ കൂട്ടുനിൽക്കത്തില്ലെന്ന് പറഞ്ഞ് നാബോത്തിൻ്റെതായ വീട്ടിൽ പോകുന്നു. രാജാവ് തിരിച്ചു വരുന്നു. തൻ്റെ വീട്ടിൽ വന്നിട്ട് തൻ്റെ ബെഡിൽ വന്ന് ഈ കൊച്ചു പിള്ളേര് പിണങ്ങി കിടക്കത്തില്ലേ, എടാ ഭക്ഷണം കഴിക്കാൻ പാടാ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കിടക്കുന്ന പോലെ കട്ടിലേ പോയി ഭക്ഷണം കഴിക്കാതെ ഒരു കിടപ്പം കിടന്നു രാജാവ്. ഞാൻ ബൈബിളിലുള്ള സംഭവം ഈ പറയുന്നത്, ബൈബിളിൽ ഇങ്ങനെ തന്നെ എഴുതിയിട്ടുള്ളത്. രാജാവ് പിണങ്ങിപ്പോയി കിടക്കുക കട്ടിലേല്. ഒരു രാജാവാണ്, രാജ്യം ഭരിക്കുന്ന രാജാവാണ്. ഒരു പ്രജയോട് തോറ്റതിനെ പ്രതി പോയി കട്ടിലെ പിണങ്ങി കിടക്കുന്നു. എങ്ങനെയുണ്ട്? ഇതാണ് രാജാവ്, അതാണ് ആഹാബ്. അങ്ങനെ ഇരിക്കുമ്പോൾ മിസ്സിസ് ആഹാബിന്റെ ഭാര്യ, പുള്ളിക്കാരത്തി നോക്കി പോയി കെട്ടിയോനെ കാണുന്നില്ല. പുള്ളിക്ക് ഒരു സന്തോഷമൊന്നുമില്ല, സന്തോഷത്തോടെ പോയതാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു മ്ലാനവദനായി വന്നതേ ഒരു കിടപ്പ്. എന്നാ പറ്റി രാജാവേ, വയറിന് വല്ല കംപ്ലൈന്റ് വേണോ? ഏയ്, പിന്നെ എന്താ ഭക്ഷണം കഴിക്കാൻ വരാഞ്ഞേ? അതെ, ആ നാബോത്ത് അവന്റെ മുമ്പിൽ കെഞ്ചിയിട്ട് പോലും അവൻ എനിക്ക് തരുന്നില്ല.
അവനെനിക്ക് ഞാൻ എന്ത് കൊടുക്കാന്ന് പറഞ്ഞാലും തരുന്നില്ല. അന്നേരം ആഹാബിന്റെ മിസ്സിസ് വിളഞ്ഞ വിത്ത, സ്തോത്രം, ശ്രദ്ധിച്ചോ, ആഹാബിന്റെ മിസ്സിസ് പുള്ളി ചോദിച്ചു, ഹേ, ഇയാളാണ് ഒരു രാജാവ്? ഒരു രാജാവ് പോലും ഒരു ആട്ടും ഒരു തുപ്പും. നിങ്ങൾ എന്തൊരു രാജാവായത്? അങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എത്രത്തോളം അപമാനിക്കാമോ മാക്സിമം അപമാനിച്ചു. അപമാന ഭാരത്തോടുകൂടി കട്ടിൽ നിന്ന് എഴുന്നേക്കുന്നില്ല. അവസാനം പുള്ളിക്കാരത്തി പറഞ്ഞു, ഇയാൾ വന്ന് ഭക്ഷണം കഴിക്കുക, നിങ്ങൾക്ക് മുന്തിരിത്തോട്ടം കൃഷി ചെയ്യാൻ വേണ്ടി ഇതാ കൃഷിത്തോട്ടമാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്തി വേറൊരു തലത്തിൽ ബെലിയാലിന്റെ മകളായി. സ്തോത്രം. ഓർത്തുകൊള്ളണം, പാവപ്പെട്ട ഒരുവന് നീതികേട് വരുത്തുന്ന വിധത്തിൽ ബെഡ്റൂമിനകത്ത് രാജാവ് രാജ്ഞിയും കൂടെ ഇപ്പോൾ ആലോചനയാണ്. നിന്റെ വീടിനകത്ത്, പ്രാർത്ഥന നടക്കുന്ന വീടിനകത്ത് ഭാര്യയും ഭർത്താവും കൂടെ ഒരു വിധവയ്ക്കെതിരെ കിടന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, വരാൻ പോകുന്ന വിപത്ത് വേറെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥനക്കാരൻ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ വന്നിരുന്ന് പ്ലാൻ ചെയ്യുകയാണ്, മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളെ നശിപ്പിക്കുന്ന തരത്തിൽ. അതൊപ്പിക്കാനുള്ള വകുപ്പൊക്കെ അച്ചായ ഒന്ന് സമാധാനിക്ക്, എനിക്കറിയാം ഞാനാരാ മോള്, ഞാനാരാ മുതല് എന്നൊക്കെ പറയുന്നില്ലേ, വീമ്പടിക്കത്തില്ലേ? ഒന്ന് ശ്രദ്ധിച്ചോ. അങ്ങനെയുള്ളതിന്റെ പേരാണ്, മറക്കരുത്, ജസബേൽ. ഒന്ന് പറയാമോ? എല്ലാരും പറഞ്ഞേ ഒന്ന്. ജസബേൽ. അവര് ഇതാണ് സംഭവം. ഇനി ഈ മുഖം പൊത്തി മണ്ണുണ്ണിയെ പോലെ കിടന്നുറങ്ങുന്ന ആളിന്റെ പേരെന്താണ്? ആഹാബ്. കിട്ടാത്തതിനെ പ്രതി പോയിരുന്ന് കരയുന്നത്. ഒരുവന്റെ കുടുംബം തകർക്കാനുള്ള പദ്ധതി വിജയിക്കാതിരിക്കുമ്പോൾ പോയിരുന്ന് കരയുന്നത് ബെലിയാലിന്റെ സന്തതി. ഓർത്തുകൊള്ളണം, ബെലിയാലിന്റെ സന്തതി. ഹല്ലേലൂയ. അങ്ങനെ രാജാവ് പറഞ്ഞു, രാജാവ് എഴുന്നേറ്റ് വാ, നിങ്ങൾക്ക് മുന്തിരിത്തോട്ടം ഞാൻ ഇതേണ്ട ഈ എന്റെ അപ്പൻ ഇന്നതായത് കൊണ്ട് നടത്തി തന്നിരിക്കും. ജസബേൽ പറഞ്ഞതാ. അവളാണ് ഈ ദേവാലയം പൂട്ടി നമ്മുടെ ബാലിനെ കൊണ്ട് ദേവാലയത്തിനകത്ത് കയറ്റിയത്. അതുകൊണ്ട് ആഹാബിനൊരു കാര്യം ഉറപ്പുണ്ട്, അവൾ പറഞ്ഞാൽ പറഞ്ഞതാ നടന്നിരിക്കും. അതിനുവേണ്ടി പുള്ളി അങ്ങ് എഴുന്നേറ്റു ഭക്ഷണം കഴിക്കാൻ പോയി. ഈ ടൈമിൽ നമ്മുടെ മിസ്സിസ് ഒരു പ്ലാൻ ചെയ്തു. ഉടൻ തന്നെ അവൾ ഒരു പേപ്പറിൽ ഒരു ലെറ്റർ പാഡ്, അതായത് രാജാ കൽപ്പന അങ്ങോട്ട് എഴുതി അവൾക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരോട് പറഞ്ഞു, പെട്ടെന്ന് ഉപവാസം വിളിച്ചുകൂട്ട്, മഹാസഭ വിളിച്ചുകൂട്ട്, എന്നിട്ട് നാബോത്തിനെതിരെ നിങ്ങൾ രണ്ടുപേരും കള്ളസാക്ഷ്യം പറയണം. അവൻ രാജാവിനെതിരെയും ദൈവത്തിനെതിരെയും ദൂഷണം പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ കള്ളം പറയാൻ പറഞ്ഞു. സ്തോത്രം. എന്തിനൊക്കെ എതിരെയാണ് കള്ളം പറയേണ്ടത്? ഉപവാസം വിളിച്ചു കൂട്ടുക. രണ്ട് ശ്രേഷ്ഠന്മാരായ നിങ്ങൾ നാബോത്ത് ദൈവത്തിനെതിരെയും രാജാവിനെതിരെയും സംസാരിച്ചുവെന്ന് നിങ്ങൾ സാക്ഷ്യം പറയുക. അങ്ങനെ നാബോത്തിനെ പ്രധാന സ്ഥലത്ത് ഇരുത്താൻ പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന് സ്തുതിക്കാമോ? അങ്ങനെ പെട്ടെന്ന് തന്നെ മഹാസഭയൊക്കെ വിളിച്ചുകൂട്ടി ഉപവാസം പ്രഖ്യാപിക്കുന്നു. അപ്പോ ഗോത്രങ്ങളെല്ലാം വന്നു. രാജാകൽപ്പനയാണ്, ഉപവാസം പ്രഖ്യാപിക്കുന്നു. ഉപവാസം പ്രഖ്യാപിച്ചു വന്നപ്പോൾ നാബോത്തിനോട് പ്രധാന സ്ഥാനം. അപ്പൊ നാബോത്ത് അത്ഭുതപ്പെടുവോ, എന്താണാവോ, ഒരു പിടിയില്ലല്ലോ. അങ്ങനെയാണ് രണ്ട് ശ്രേഷ്ഠന്മാർ ഫ്രണ്ടിൽ വന്നതുണ്ട്. രണ്ട് ശ്രേഷ്ഠന്മാർ. ഈ നാബോത്ത് ദൈവത്തിനെതിരെയും രാജാവിനെതിരെയും ദുഷിക്കുന്നത് ഞങ്ങൾ കേട്ടു. രണ്ട് സാക്ഷികൾ ഉണ്ടായാൽ മതി. ആ സാക്ഷികളെ പ്രതി എന്ത് ചെയ്യാം? ഇദ്ദേഹത്തെ കൊല്ലാം. ഈ രണ്ട് സാക്ഷികൾ ജെസബേലിന്റെ വാക്ക് കേട്ടിട്ട് അനീതിപരമായിട്ടുള്ള മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കി, അനീതിപരമായിട്ട് അവർ വാദിച്ച് അതിനുവേണ്ടി ശരീരം വിട്ടുകൊടുത്ത് ആരോഗ്യം വിട്ടുകൊടുത്തപ്പോൾ നീതിക്ക് വേണ്ടി നിന്ന ഒരുവനെ കൊല്ലാൻ തക്കവണ്ണമുള്ള ഒരു പദ്ധതി അവിടെ രൂപപ്പെടുകയാണ്. സ്തോത്രം. ബെലിയാൽ ഇപ്പോൾ എങ്ങോട്ടായി? അനീതി ഇപ്പോൾ എന്തായി? കൊലപാതകത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി. വളരെ ശ്രദ്ധിക്കണം. ബെലിയാൽ വന്നാൽ ആ കൊലപാതകത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി. ചതിയായി, വഞ്ചനയായി കൊലപാതകത്തിലേക്ക് പോവുകയാണ് ബെലിയാൽ ഇപ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ടുവന്ന് ഈ നാബോത്തിനെ കല്ലെറിയാൻ വിധിച്ചു. കല്ലെറിഞ്ഞു. അദ്ദേഹത്തിന്റെ രക്തം, നീതിമാനായവന്റെ രക്തം ആ സഭയിൽ പല സ്ഥലത്ത് വീണു, പലരുടെ ശരീരത്തിൽ വീണു. പക്ഷേ നാബോത്തിനെ അങ്ങ് മാറ്റി. എന്നിട്ട് ആഹാബിന്റെ വഴിക്ക് പോയി. ജെസബേലിന്റെ വഴിക്ക് വന്നിട്ട് പറഞ്ഞു, അയ്യോ, കുളിച്ച് വൃത്തിയാക്കിയോ, ഇതാ നിങ്ങൾക്ക് കൊട്ടാരത്തിന്റെ അടുക്കൽ ഇതാ കൃഷി ചെയ്യാൻ നാബോത്ത് മുന്തിരിത്തോട്ടം തന്നിട്ടുണ്ട്. അവൻ ഇത്ര പെട്ടെന്ന് മാറിയോ? ഇല്ല, അവനെ അങ്ങ് മാറ്റി. കുടുംബത്തിൽ നിന്നും മാറ്റി, ഈ ലോകത്തുനിന്നും മാറ്റി. രാജാവിന് സന്തോഷമായി. രാജാവ് ഭയങ്കരമായി സന്തോഷിച്ചു. എന്നിട്ട് രാജാവ് അങ്ങോട്ട് ഉലാത്താൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ ഇവിടെ ഇനി അത് ചെയ്യണം, ഇത് ചെയ്യണം, ചതിയിൽ കൊണ്ട് വച്ചിട്ട് ചെയ്യണം. സ്തോത്രം.
ഏതെങ്കിലുമൊക്കെ ചതിക്ക് കൂട്ടി നിൽക്കുമ്പോൾ അറിഞ്ഞുകൊള്ളണം, വരാൻ പോകുന്ന വിപത്ത് വലുതാണ്. ദൈവത്തെ കളഞ്ഞിട്ട് മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് വൻ വിപത്താണെന്ന് അറിഞ്ഞുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജസബേൽ സന്തോഷത്തോടെ പോകുന്നു, ആഹാബ് സന്തോഷത്തോടെ പോകുന്നു. നാബോത്തിന്റെ വീട്ടുകാർ മാത്രം കരച്ചിലായി ദൈവത്തിന്റെ മുൻപിൽ, ദൈവമേ ഞങ്ങളുടെ എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് മനുഷ്യനോട് പറയാനില്ലാതിരിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ആരെങ്കിലും മനുഷ്യർ നിങ്ങളെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കണ്ണീര് കാണും. സങ്കീർത്തനം 56 വായിച്ച് പ്രാർത്ഥിക്കണം. അവിടെ നിന്ന് നിന്റെ കണ്ണുനീർ അവന്റെ കുപ്പിയിൽ ശേഖരിക്കും. നീ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും മാനസികമായ വിഷമത്തിൽ കരയുന്നെങ്കിൽ ആ കണ്ണുനീര് ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആരുമില്ല എന്ന് കരുതി നിൽക്കരുത്. ആരുമില്ലാത്തവർക്ക് ഉടയ തമ്പുരാനുണ്ട്, യേശുവുണ്ട്, യേശുവുണ്ട്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ പുറത്തു വന്നിരിക്കും. കുറച്ചു സമയം കഴിഞ്ഞു. കർത്താവ് ഇത് മനസ്സിലാക്കി. കർത്താവ് മനസ്സിലാക്കിയിട്ട് തന്റെ പ്രവാചകനെ വിളിച്ചു, ഏലിയാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വേഗം പോയി ആഹാബിനെ കാണുക. ആഹാബ് ഹീനകൃത്യം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൽ നടക്കാൻ പാടില്ലാത്തൊരു കാര്യത്തിന് അവൻ കൂട്ടുനിന്നു. 1 രാജാക്കന്മാർ 21-ാം അധ്യായം അതിന്റെ 17 മുതൽ ഒന്ന് വായിക്കാം. 17 മുതൽ. തിശ്ബേന്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയയിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. രാജാവിനെ പോയി കാണുക. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം, കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കയ്യേറിയോ? അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കയ്യേറിയോ? കർത്താവിന്റെ ചോദ്യമാണ്. അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന് രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കും. ഭക്ഷണമില്ലാതെ പിണങ്ങി കരഞ്ഞ് കട്ടിലിന്റെ മറുസൈഡിൽ കരഞ്ഞു കിടന്ന ഒരു രാജാവേ, നീ ഓർത്തോ, നാബോത്തിന്റെ രക്തം കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ രാജാവായ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. എറിഞ്ഞവനെ അല്ല, എറിഞ്ഞവനെ അങ്ങ് വിട്ടു, എറിയാൻ പ്രേരിപ്പിച്ചവരെ ഓർത്തുകൊള്ളുക. എറിയാൻ പ്രേരിപ്പിച്ചവനെ ഓർത്തുകൊള്ളുക. നിന്റെ രക്തം കുടിക്കുന്നത് നായ്ക്കളായിരിക്കും. നിനക്ക് എത്ര അകമ്പടി സേവിക്കാൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. ഇത് കർത്താവിന്റെ പ്രവചനമാണ്. സ്തോത്ര. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേനി. രാജാവിനുള്ള പദ്ധതി, രാജാവിനുള്ള ഗിഫ്റ്റ് അതാ. ഒരു പാവപ്പെട്ട ഒരുവനെ തകർക്കാൻ വേണ്ടി ദുഷ്ടതയും വിലകെട്ടതുമായ ഒരു സ്പിരിറ്റ് വന്ന് കയറിയപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് വന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒരു ദുഷ്ടതയും വിലകെട്ടതുമായ ഒരു ഇഷ്ടത്തിനൊത്ത് നിന്നു കൊടുത്തപ്പോൾ ഒരു കുടുംബം ഭൂമിയിൽ തീർന്നു. പക്ഷേ അവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചു. അവൻ ദൈവത്തിന്റെ മുൻപിൽ സറണ്ടറായി. ദൈവമേ, ചെയ്യാത്ത തെറ്റിനാണ് എന്നെ, ചെയ്യാത്ത തെറ്റിനാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി നിൽക്കും. അതാണ് ഓൺ ടൈമിൽ തന്നെ ദൈവം ഇടപെടുകയാണ്. ദൈവം ഇറങ്ങി വരും, ഓൺ ടൈമിൽ ഇറങ്ങി വരും. പ്രവാചകനെ ഉണർത്തി അവന് കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കും. അതുകൊണ്ടാണ് യഹോവ ന്യായാധിപൻ, നീതിമാനായവൻ എന്ന് പറയുന്നത്. നീതിമാനായവൻ. ആരെങ്കിലും ഈ സൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, മനുഷ്യർ, പ്രാർത്ഥനാ ഗ്രൂപ്പോ ഇടവകയോ ലോകരാജ്യങ്ങളോ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാഥനുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ദൈവം പോലും ഇല്ലയോ എന്ന് ചോദിക്കരുത്. ദൈവമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കും. സ്തോത്രം. ഇനി നാബോത്തിന് വേണ്ടി ഇവിടെ ദൈവം എഴുന്നേറ്റതാണ് കാണാൻ പോകുന്നത്. ഇനി ശ്രദ്ധിച്ചോ, താഴോട്ട് വായിച്ചോ. യെസബേലിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച നിന്റെ ജീവിത പങ്കാളി ഉണ്ടല്ലോ, നിന്നെ തിരുത്തേണ്ടവളാണ് അവൾ. രാജാവേ, ഇത്രമാത്രം നമുക്കുണ്ടല്ലോ, അവനങ്ങ് വിട്ടേക്ക് എന്ന് തിരുത്തേണ്ടവളാണ് അവൾ. അവൾ ബലിയാലിന്റെ പുത്രിയായത് നിമിത്തം നിന്റെ ശരീരത്തിൽ ഈ ഒരു ദുരിതം വരാൻ കാരണക്കാരിയായത് നിന്റെ കുടുംബിനിയാ. അവൾക്കും ദൂതുണ്ട്. ഇതാണ് പറയാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കാൻ അനീതി ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. നീതി ഉള്ളവനാണെങ്കിൽ വാദിച്ചിരിക്കണം. ബലിയാലിന്റെ സന്തതി അല്ലെങ്കിൽ കുടുംബനാഥനാണെങ്കിലും മക്കളാണെങ്കിലും ശരി, അനീതിക്കെതിരെ നിന്നാൽ വാദിക്കണം. ദൈവം നിന്നെ പ്രത്യേകം നോട്ട് ചെയ്യും. ഇല്ല, അതിന്റെ കൂടെയാണ് നീ പങ്കുപറ്റുന്നതെങ്കിൽ അത് കെണിയായി മാറും. സ്തോത്രം. ഉപായം പറഞ്ഞു കൊടുത്തത് ജസബേലാണ്. ആ ജസബേലിനെ ദൈവം നോക്കി. പറഞ്ഞു, സംസാരിച്ചോ. ജസ്രയേൽ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ജസബേലിനെ നായ്ക്കൾ തിന്നും. എന്ത് തിന്നും? നായ്ക്കൾ തിന്നും. ഈ ജസ്രയേലിന്റെ അതിർത്തിക്കകത്ത് വച്ച് തന്നെ അവളുടെ മാംസത്തെ
അവളിങ്ങനെ കൊഴുത്തുരുണ്ട് ഇങ്ങനെ അതൊക്കെ ചെയ്ത് വളരുന്നില്ലേ, അത് പട്ടികൾക്ക് തിന്നാൻ വേണ്ടി ഞാൻ ഇട്ടുകൊടുക്കും. കാരണം നീതിമാനായ എന്റെ ദാസനെയാണ് അവൾ വഞ്ചിച്ച് അവൾ തകർത്തത്. ഇങ്ങനെ ഒരു ദൈവമുണ്ട് കേട്ടോ, നായ്ക്കൾ തിന്നും. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം നോക്കിയേ. ഭാര്യയായ ജസബേലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. ആമേൻ. ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. സ്തോത്രം. ഭാര്യയായ ജസബേലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റുകളഞ്ഞ ഒരു 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 വൃത്തികെട്ടവൻ ആകാതിരിക്കട്ടെ. എല്ലാം ദൈവത്തിന് പ്രീതികരമായത് മാത്രം ചെയ്യണം, ദൈവത്തിന് പ്രീതികരമായത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്താണ് ബെലിയാലിന്റെ സ്പിരിറ്റ് അഴിയുന്നത്. ഇനി ഇതെപ്പോ സംഭവിച്ചു? ആഹാബിന്റെ ലൈഫിൽ ഇത് എപ്പോ സംഭവിച്ചു? അതാണ് 1 രാജാക്കന്മാർ 22:37-38. ആ സംഭവം ഇതാണ്. പെട്ടെന്നൊരു യുദ്ധം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആഹാബ് ഇച്ചിരി അതിബുദ്ധിയുള്ളവനാ. ആഹാബ് പറഞ്ഞു, രഥം ഓടിക്കുന്നവനെ ഇദ്ദേഹം രാജാവ് ഇരിക്കുന്നിടത്ത് ഇരുത്തി, രഥം ഓടിക്കേണ്ടവൻ ഇരിക്കുന്നിടത്ത് രാജാവ് വേഷപ്രച്ഛന്നനായിരുന്നു. രാജാവിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ രഥം ഡ്രൈവ് ചെയ്യുന്നവനെ അങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലല്ലോ, മറ്റേയാളുമായിട്ടല്ലേ ഫൈറ്റിംഗ്. അപ്പോൾ അടിയിൽ കൂടെ പണിയാം. സ്വന്തം കുടുംബത്തിനകത്തും സ്വന്തം രാജ്യത്തിനകത്തുമുള്ളവരെ അടിപ്പണി പണിത ഈ വ്യക്തി എന്ത് ചെയ്തു? ഇപ്പോൾ രഥം ഓടിക്കാൻ വേണ്ടി കയറി ഇരുന്ന് യുദ്ധക്കളത്തിൽ പോയി വേഷപ്രച്ഛന്നനായി പോയി. എത്ര ഉടായിപ്പ് കാണിച്ചാലും, ഏത് തരത്തിൽ വേഷപ്രച്ഛന്നനായാലും, എന്തൊക്കെ കാണിച്ചാലും അനീതി പ്രവർത്തിക്കുന്നവന്റെ ബ്ലഡ് നായി നക്കും. ഇത് ദൈവപ്രവചനമാണ്. അവിടെ പോയി ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഫടൻ അമ്പ ചെയ്തു. ഇദ്ദേഹത്തിന്റെ മാർച്ചട്ടയൊക്കെ അങ്ങോട്ട് കുത്തി കീറി അമ്പ് വന്ന് ഇവന്റെ ശരീരത്തിൽ അങ്ങ് തറച്ച് ഇവന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. രാജാവല്ലേ, കൊഴുത്തിരിക്കുന്നവനല്ലേ, അത് മൊത്തം ഇവനിരുന്ന രഥത്തിൽ അങ്ങ് വീണു. ആ രഥത്തിൽ വീണു. ഉടൻ തന്നെ പടയാളിയോട് പറഞ്ഞു, പെട്ടെന്ന് എന്നെ രഥത്തിൽ നിന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ പോ, അല്ലെങ്കിൽ എവിടെങ്കിലും മാറ്റ്, എനിക്ക് മുറിവേറ്റു. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റത്തില്ല, ഈ യുദ്ധക്കളത്തിലാണ്. എങ്കിലും ഈ സാധനത്തിന് ഈ ആഹാബിനെ എടുത്ത് സുരക്ഷിതമായി അവിടെ ഭടന്മാർ വച്ചു. എന്നിട്ട് അവർ ഓടിച്ചു വരുന്ന സമയത്ത് ആള് മരണപ്പെട്ടു, ബ്ലഡ് വാർന്ന് മരണപ്പെട്ടു. അങ്ങനെ ആഹാബിന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി ഇവർ അടക്കുന്നു. രണ്ടാമത് ഈ രഥം, ആഹാബിന്റെ രക്തം വീണ രഥം ആ സമരിയായിലുള്ള രാജാവിന്റെ അതിർത്തിയിലുള്ള ഒരു കുളത്തിൽ കൊണ്ടുവന്ന് കഴുകുമ്പോൾ ആ കുളത്തിലുണ്ടായിരുന്ന വെള്ളം നായ്ക്കൾ നക്കിക്കുടിച്ചു. ആഹാബിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചു, വേശ്യകൾ കുളിച്ചു അതിൽ നിന്ന്. അതാണ് 22:37-38. ഒന്ന് വായിക്കാമോ? ആഹാബ് രാജാവ് മരിച്ചു, മൃതദേഹം ശമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. ശമരിയായിലെ കുളത്തിൽ അവർ രാജാവിന്റെ രഥം കഴുകി. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കിക്കുടിച്ചു. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അതാണ് എഴുതപ്പെട്ട് വച്ചിട്ടുള്ളത്, മാറുകയില്ല. അനീതിക്ക് കൂട്ടുനിന്നാൽ ഇത് തന്നെയായിരിക്കും ഫലം. ആരാണെങ്കിലും അത് ഓർത്തുകൊള്ളുക, അനീതിക്ക് കൂട്ടുനിന്നാൽ ഇത് സംഭവിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കുടുംബത്തിന് വരുന്ന വിപത്താണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവമക്കൾ മനസ്സ് വെച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെസബേലിനെ കുറിച്ച് പറഞ്ഞ പ്രവചനമോ 2 രാജാക്കന്മാർ 9-ാം അധ്യായം അതിന്റെ 30 മുതൽ ഒന്നറിയാം. യേഹൂ യിസ്രായേലിലെത്തി എന്ന് ജെസബേൽ കേട്ടു. അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കി. സംഭവം പറഞ്ഞുതരാം. പെട്ടെന്ന് കഥ മാറുകയാ, സംഭവം മാറുക. ആഹാബിന്റെ മരണം സംഭവിക്കുന്നു. ആഹാബിന്റെ തന്നെ ഒരു തൊഴിലാളി, ഒരു സഹസ്രാധിപൻ, അല്ലെങ്കിൽ ഒരു പടയാളിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു യേഹൂ. യേഹൂവിനെ ദൈവം അടുത്ത് രാജാവാക്കി മാറ്റുന്നു എലീശ പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലൂടെ. അങ്ങനെ ആഹാബിന്റെ പടയാളിയായിരുന്നവൻ ഇപ്പോൾ ഇസ്രായേലിന്റെ രാജാവായി ദൈവം മാറ്റി. അതൊരു പ്രവചനമാണ്. ആ പ്രവചനത്തിൽ യേഹൂ രാജാവായി വരുമ്പോൾ ഈ ജസബേൽ അവളങ്ങ് മുടിയൊക്കെ ഇങ്ങോട്ട് അലങ്കരിച്ച് അല്ലെ യേഹൂവിനെ വശീകരിക്കാൻ ശ്രമിച്ചു. അതാണ് സംഭവം. കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നിട്ട് കണ്ണൊക്കെ അങ്ങോട്ട് എഴുതി, മുടിയൊക്കെ അങ്ങോട്ട് അലങ്കരിച്ച്, അങ്ങോട്ട് എന്തൊക്കെയോ ഇപ്പോഴത്തെ പേരുകളൊന്നും പറയാൻ പറ്റില്ല, അതുപോലെ ആണ് അലങ്കാരം. റാണിക്ക് അതൊക്കെ സാധിച്ചു. എന്നിട്ട് കൊട്ടാരത്തിന്റെ കിളിവാതിലൂടെ നോക്കി നിൽക്കുക. എന്തിനാ കാരണം? ഇപ്പോൾ രാജാവ് യേഹൂ ആണ്. അപ്പൊ ഇനി ഈ സ്ത്രീ, ഈ ജെസബേൽ ഒരു റാണി പദം വേണമെങ്കിൽ യേഹൂവിനെ വശീകരിച്ചേ പറ്റത്തുള്ളൂ. യേഹൂവിനെ വശീകരിക്കണമെങ്കിൽ അവൾ എന്ത് ചെയ്യണം? കുറച്ച് നിങ്ങൾ ബാക്കി ഊഹിച്ചോ, ഒരു രാജാവിനെ വശീകരിക്കാൻ അടുത്തവൾ കാണിക്കുന്ന എല്ലാ കോപ്രായവും കാണിച്ചു. പക്ഷെ യേഹൂവിന്റെ അകത്തൊരു നീതിയുടെ ആത്മാവുണ്ടായിരുന്നു.
എപ്പോ വേണമെങ്കിലും വഴിതെറ്റി പോകാവുന്ന തരത്തിലാണെങ്കിൽ പോലും വഴി തെറ്റാവുന്ന തരത്തിലുള്ളതല്ലായിരുന്നു യേഹൂവിനെ ഗൈഡ് ചെയ്തത്. ബെലിയാലിൻ്റെതല്ലായിരുന്നു. അത് പ്രവചനത്തിന്റെ രാജാവായിരുന്നു. സ്തോത്രം. പ്രവചനത്തിന്റെ രാജാവായിരുന്നു. പ്രവചനത്തിന്റെ ശബ്ദമായിരുന്നു യേഹൂ. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പിരിറ്റ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണെഴുതി പൊട്ടുതൊട്ട് കിളിവാതിലിലൂടെ മുടിയൊക്കെ അങ്ങോട്ട് അലങ്കരിച്ച് നോക്കുക. ഇങ്ങനെ ഇപ്പോഴും നോക്കുന്നുണ്ട് പലരും. വീണു പോകല്ലേ. സ്തോത്രം. അനീതിയുള്ള സ്പിരിറ്റാണ്. നായി ഭക്ഷണമാക്കാൻ ഇട്ടേക്കുന്ന ശരീരമാണ് എന്നുള്ളത് യേഹൂ അറിയുന്നില്ല. പക്ഷേ ദൈവത്തിനറിയാം. ദൈവത്തിന്റെ ആത്മാവ് യേഹൂലും പറഞ്ഞു കൊടുക്കുന്നു, എടാ, ആ ശരീരം കണ്ട് മോഹിക്കണ്ട, ആ തലമുടി കണ്ട് മോഹിക്കണ്ട, ആ കണ്ണെടുത്ത് കണ്ട് മോഹിക്കണ്ട. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു നായ് വന്ന് അതിനെ കംപ്ലീറ്റ് തിന്ന് മുടിപ്പിക്കേണ്ടതാണ്. ഇതാണ് സ്തോത്രം. നിന്റെ പുറകിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെയും നിന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ തകർത്ത് ശാപത്തിന്റെ ആത്മാവിനെ കയറ്റാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തിയെയും തിരിച്ചറിയണം ദൈവമക്കൾ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ യേഹൂ നോക്കി. അപ്പോൾ യേഹൂ യേഹൂവിനോട്, യജമാന ഘാതക സിമ്രി, യജമാനനെ കൊന്നിട്ട് വരുവാനോടാ, വാ, നീ സമാധാനത്തിലാണോ വരുന്നത്? പെണ്ണുപിള്ള മേളിന്ന് വിളിച്ചു ചോദിച്ചു. അപ്പൊ ഉടനെ യേഹൂ പറഞ്ഞു, സമാധാനവുമായി നിനക്കെന്ത് ബന്ധമാ? കർത്താവിന്റെ പക്ഷത്തുള്ളവരാരെങ്കിലും ഈ കൊട്ടാരത്തിലുണ്ടോ? യേഹൂവിന്റെ ചോദ്യം. കൊട്ടാരത്തിൽ ആരെങ്കിലും ഉണ്ടോ? നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഉടനെ 2-3 പേർ അവർ തല ഉയർത്തി നോക്കി. അപ്പോൾ പറഞ്ഞു, ആ ദുഷ്ട സ്ത്രീയെ എടുത്ത് താഴോട്ടറി. അവള് കാരണമാണ് ഒരു വൻ വിപത്ത് ഇസ്രായേലിൽ വന്നത്. അവര് വന്നിട്ട് ഈ സ്ത്രീയെ എടുത്ത് താഴെ എറിഞ്ഞു. നിലത്ത് വീണു. അവളുടെ രക്തം ചിതറി. അവളുടെ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലും രക്തം ചിതറി. അത് കഴിഞ്ഞ് യേഹൂ അകത്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഉടനെ യേഹൂ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവളൊരു റാണിയാണല്ലോ, യഥോചിതം അവൾക്കുള്ള സംസ്കാരം നടത്തണം. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ എന്തൊക്കെയാ കണ്ടത്? അതിന്റെ 35 വായിച്ചു നോക്കി. സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല. അപ്പൊ അണിഞ്ഞൊരുങ്ങിയ ശരീരമോ? അണിഞ്ഞൊരുങ്ങിയത് പട്ടി കൊണ്ടുപോയി. മനസ്സിലായോ? അനീതി ബെലിയാലിന്റെ പുത്രിയായാൽ, ബെലിയാലിന്റെ ദാസിയായാൽ എത്ര അണിഞ്ഞൊരുങ്ങിയാലും അത് നായി കൊണ്ടുപോയിരിക്കും. അത് നശിച്ചിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അടക്കത്തിന് പോലും കിട്ടിയില്ല. അതാണ് പ്രവചനം. നാബോത്ത് തനിക്ക് നീതിയായിട്ടുള്ളതിനെ നശിപ്പിക്കാതെ ഒരുക്കിയപ്പോൾ അതിനെ അധികാരികൾ കൊന്നെങ്കിൽ, നശിപ്പിച്ചെങ്കിൽ, സ്തോത്രം, ബെലിയാലിന്റെ സന്തതിയെ ദൈവം അടിച്ചു. നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും അറിഞ്ഞുകൊള്ളുക, ഈ വിധത്തിലുള്ള വ്യക്തികളുമായി കൂട്ടുകൂടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ആലോചനകളിൽ പങ്കുപറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റയ്ക്കാണോ, ദാരിദ്ര്യമാണോ, സാരമില്ല, ദൈവം നിനക്ക് കാവലായിട്ടുണ്ടാകും. അനീതിക്ക് കൂട്ടു നിൽക്കാതെ വിശുദ്ധിയിൽ വിശ്വാസതയോടുകൂടെ നിന്ന് കഴിഞ്ഞാൽ സത്യമായിട്ടും ദൈവം നമുക്ക് കാവലുണ്ടാകും. ഇല്ലെങ്കിൽ ഉണ്ടാക്കി വയ്ക്കുന്ന ഈ മുന്തിരിത്തോട്ടം പിടിച്ചു പറിച്ചിട്ട് അതിന്റെ ഫലം കഴിക്കാൻ പറ്റിയോ? പറ്റിയില്ല. അത് സംഭവിക്കും. 2 കൊരിന്ത്യർ 6:15 ഒരു വചനം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. 2 കൊരിന്ത്യർ 6:15. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. 2 കൊരിന്ത്യർ 6:15. ക്രിസ്തുവിനും ബെലിയാലുമായി എന്ത് യോജിപ്പാനുള്ളത്? ക്രിസ്തുവിന് ബെലിയാലുമായി എന്ത് യോജിപ്പാനുള്ളത്? ബൈബിൾ പ്രഘോഷിക്കുന്ന ഒരുവൻ ഈ അനീതിയുടെ ആത്മാവുമായി ചേർന്നിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ലെവലിലാണെങ്കിൽ ബെലിയാലാണത്, ബെലിയാലിൻ്റെതാണത്. അതുകൊണ്ട് ക്രിസ്തുവിന് ബെലിയാലുമായി എന്ത് യോജിപ്പാവുള്ളത്? ഒരു യോജിപ്പുമില്ല. ക്രിസ്തു തനിക്കുള്ളതെല്ലാം വിട്ടുകൊടുത്തതാണ്. ക്രിസ്തു തനിക്കുള്ളതെല്ലാം ഷെയർ ചെയ്തതാണ്. പക്ഷേ ബെലിയാൽ അങ്ങനെയല്ല, എല്ലാം സ്വന്തമാക്കുക. നാബോത്തിനെ എന്താണ് ചെയ്തത്? സ്വന്തമാക്കി. നാബോത്തിൻ്റെതെല്ലാം സ്വന്തമാക്കി. അതിനുവേണ്ടി എന്ത് വഞ്ചനയും കൂട്ടു നിൽക്കും. അതിനായി രഹസ്യ മുറികൾ വരെ ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അതുകൊണ്ട് ക്രിസ്തുവിന് ബലിയാലുമായി ഒരു ബന്ധവും ഇല്ലേ? അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുക. അതായത് നീതിയും അനീതിയും ഒരുമിച്ച് പോകത്തില്ലെന്ന്. ഇനി 17-18 വാക്യം കൂടെ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും വേർപിരിയാൻ ഇങ്ങനെയുള്ളവനുമായിട്ടുള്ള ഒരു ബന്ധവും കർത്താവ് അനുവദിക്കുന്നില്ല. കാരണം അങ്ങനെ വന്നാൽ നീ അതിൽ പെട്ടുപോകും, ഞാൻ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായി വേർപിരിയണം. യാതൊരു ബന്ധവും ഉണ്ടാവരുത്. ഇനി അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. എപ്പോഴാണ് ഇപ്രകാരമുള്ള അശുദ്ധിയിൽ നിന്ന്
വേർപാട് എടുക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ, യേശുവേ. ഞങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വഞ്ചിക്കുകയോ ആരെങ്കിലും ചതിക്കുകയോ ഒക്കെ ഞങ്ങൾ ചെയ്യാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലോ, ഇപ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നെങ്കിലോ, വിസ, അതുപോലെ ജോലി, വിവാഹം, അതുപോലെ തന്നെ ചില രഹസ്യ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തു മേഖലയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചതിയും വഞ്ചനയും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊക്കെ ഒന്ന് അഴിയാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനീതിയുടെ കെട്ടുകൾ എൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് അഴിച്ചു മാറ്റണമേ. അത് വിവേചിച്ചറിയാൻ എന്നെ ഒരുക്കണമേ. കർത്താവായ ദൈവമേ, തിരു രക്തത്താൽ എന്നെ കഴുകണം. ഇതാ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ മാറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കെട്ടുകളുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായും നമ്മുടെ ലൈഫിൽ നിന്ന് അഴിച്ചു മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സുഖം, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി തരും. നമ്മളെ മാടി വിളിക്കും. അതിലേക്കെത്താൻ പോകല്ലേ, യേശു നിനക്ക് മറുപടിയായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഒരു തരത്തിലും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് അകലുവാൻ എന്നെയോ എൻ്റെ കുടുംബത്തെയോ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മൂടിയോടു കൂടി എന്നെ മാടി വിളിച്ചാൽ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മൂടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ, സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സര, മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. ദൈവത്തിന്റെ മുമ്പിൽ നല്ല തീരുമാനമെടുക്കുക. എന്ത് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ മാറില്ല. ഓ സ്തോത്രം. വെള്ളത്തിൻ കുമിള പോലെ പിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകൾ, വെള്ളത്തിൻ കുമിള പോലെ പിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങളെന്നെ എതിരേൽക്കുകൾ, സുന്ദരനാമനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സര, മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കും വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാപ്പരൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ, യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നോരാപ്പരൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ, സുന്ദരനാമനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സര, മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല, എൻ പ്രിയനെ പോൽ സുന്ദരന ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല, സുന്ദരനാമനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സര, മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം
വെടിയുകില്ല ഞാൻ. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ആകയാ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.